السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولقد نعلم أنهم يقولون إنما يعلمه بشر لسان الذي يلحدون إليه أعجمي وهذا لسان عربي مبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വമേറിയ ജീവിത ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ വിശദീകരണങ്ങൾക്കിടയിൽ അവിടുന്ന് ഈ ദൗത്യത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ള അസഹനീയമായ പീഡനങ്ങളുടെ ഏതാനും ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഖുറൈശി മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുത്തെ നമസ്കാരവേളയിൽ പീഡിപ്പിച്ചത്, വളരെയേറെ പ്രയാസപ്പെടുത്തിയത് കഴിഞ്ഞ നമ്മുടെ ക്ലാസിന്റെ അവസാനത്തിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി. അവർക്ക് ഒരിക്കലും സഹിക്കാനാവാത്തതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതുമൊക്കെ തീരെ സഹിക്കാനാവാത്ത ഒരു പ്രത്യേകമായ അവസ്ഥയിലായിരുന്നു മുശ്രിക്കുകൾ. ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ അവര് ചീത്ത വിളിച്ചുകൊണ്ട് ചുറ്റും കൂടുമെന്നാണ് ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സ്വല്ലാ ബി അസ്ഹാബിഹി, അവിടുന്ന് സഹാബത്തിനെയും കൂട്ടി സ്വകാര്യമായി നമസ്കരിക്കുന്ന വേളയിൽ പോലും റഫഅ സൗതഹു ബിൽ ഖുർആനി, അവിടുന്ന് ഖുർആൻ ഇങ്ങനെ ഉച്ചത്തിൽ ഓതിയിരുന്നു. ഖുർആൻ അവതീർണമായ ഭാഗങ്ങൾ ഇങ്ങനെ അവിടുന്ന് നമസ്കാരത്തിൽ പാരായണം ചെയ്യും. ഫലമ്മാ സമിഅ ദാലികൽ മുശ്രികൂന, മുശ്രിക്കുകൾ ആ ഖുർആൻ കേട്ടപ്പോൾ സബ്ബുൽ ഖുർആൻ, അവര് ഖുർആനിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. വസബ്ബു മൻ അൻസലഹു വമൻ ജാഅ ബിഹി, ആ ഖുർആൻ ആരാണോ അവതരിപ്പിച്ചത് ആ റബ്ബിനെ, അല്ലാഹുവിനെ അവർ ചീത്ത പറയാൻ തുടങ്ങി. വമൻ ജാഅ ബിഹി, ആരാണോ ആ ഖുർആൻ ഇവിടെ കൊണ്ടുവന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അവർ ചീത്ത പറയാൻ തുടങ്ങി. ആ അവസരത്തിൽ ഫഖാല അല്ലാഹു തആല ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സന്ദർഭത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആയത്തിറക്കി കൊടുത്തു. വലാ തജ്ഹർ ബിസ്വലാതിക വലാ തുഖാഫിത് ബിഹാ,
വബ്തഗി ബൈന ദാലിക സബീലാ. നബിയെ വലാ തജ്ഹർ ബിസലാത്തിക ഐ ബിഖിറാഅതിക, നിങ്ങളുടെ ഈ പാരായണം നിങ്ങൾ ഇനി ഉച്ചത്തിലാക്കണ്ട, വല്ലാതെ ഉച്ചത്തിൽ നിങ്ങൾ പാരായണം ചെയ്യേണ്ടതില്ല. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഫയസ്മഉൽ മുശ്രികൂന, മുശ്രിക്കീങ്ങൾ അത് കേൾക്കുകയും ഫയസുബ്ബുൽ ഖുർആന, അവര് ഖുർആനിനെ ചീത്ത പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ അത്ര ഉച്ചത്തിൽ ഇനി ഓതണ്ട. ആദ്യകാലത്ത് പറയാണ് വലാ തുഖാഫിത് ബിഹാ, വളരെ രഹസ്യമാക്കി പതുക്കെയും ആവണ്ട. അങ്ങനെയാകുമ്പോ എന്താണ്, അസ്ഹാബികൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർക്ക് അത് കേൾക്കാൻ കഴിയാതെയാവും. തീരെ ബാക്കിലുള്ള ഒരു കേൾക്കാൻ കഴിയാതെയും പതുക്കെയും വേണ്ട, അത്യുച്ചത്തിൽ ഇങ്ങനെ മുശ്രിക്കുകൾ കേൾക്കുമാറ് അങ്ങനെയും വേണ്ട. വബ്തഗി ബൈന ദാലിക സബീലാ, അവ രണ്ടിനുമിടയിലുള്ള ഒരു മാർഗം താങ്കൾ സ്വീകരിക്കുക എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിക്കുകയാണുണ്ടായത് ആദ്യ കാലഘട്ടത്തിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുന്ന വേളയിൽ മുശ്രിക്കുകൾ ചെയ്ത അക്രമം നമ്മൾ മനസ്സിലാക്കി. അവിടം കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയും അതുപോലെ തന്നെ അതിന്റെ വയറ്റിൽ നിന്നൊരു പുറത്തേക്ക് പ്രസവ നേരത്ത് ഒട്ടകം താഴേക്കിടുന്ന ആ രൂപത്തിലുള്ള അതിന്റെ ചവറുകളുമെല്ലാം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ടതുകൊണ്ട് അവർ അവസാനിപ്പിച്ചിട്ടില്ല. നിരന്തരം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള പീഡനങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുണ്ട്. അവിടുന്ന് സഹിച്ച ഓരോ ത്യാഗങ്ങളും കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം, ഇന്ന് സുരക്ഷിതത്വത്തോടുകൂടെ നമ്മൾ നമസ്കരിക്കുകയാണ് നമ്മുടെ വീടുകളിലും പള്ളികളിലും എവിടെയാണെങ്കിലും. അകത്തും പുറത്തുമൊക്കെ സുരക്ഷിതമായി സുജൂദ് ചെയ്തുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം നമുക്കിന്ന് കൈവന്നത്, അതിന്റെ പിന്നിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വില കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് സുരക്ഷിതമായി അതൊക്കെ നിർവഹിക്കുവാൻ പാകത്തിലാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വേദനകൾ ശാരീരികമായും മാനസികമായും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സുകളിൽ വേണം. അതൊക്കെ ഓർത്തുകൊണ്ട് നിരന്തരം അവിടുത്തേക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സലാത്ത് സലാമുകൾ വർദ്ധിപ്പിക്കുന്ന, സലാത്ത് സലാമുകൾ അധികരിപ്പിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് വേണ്ടി സഹിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അവിടുന്ന് അനുഭവിച്ചത് നാം കേൾക്കുന്നത് കേവലം കഥാകഥനത്തിന് വേണ്ടിയും കേവലം ചരിത്രം കേൾക്കുവാനും വേണ്ടി മാത്രമായിരിക്കരുത്. ഇന്ന് നമ്മളൊക്കെ ഇത്ര സുരക്ഷിതമായി നിർവഹിക്കുന്ന ഇസ്ലാമികമായ ആചാരങ്ങളും മര്യാദകളും അത് നമുക്ക് കിട്ടാൻ ഇതിന്റെ ആദ്യകാലത്തെ ഒന്നാമത്തെ വ്യക്തിത്വം മഹാനായ അഷ്റഫുൽ വറാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് എന്നറിയാനും കൂടിയായിരിക്കണം. അവിടുത്തോടുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള സ്നേഹം, അവിടുത്തോടുള്ള ബഹുമാനം, അവിടുത്തോടുള്ള നമ്മുടെ കടപ്പാടുകൾ വളരെ വളരെ വലുതാണെന്നുകൂടി ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനിയും നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലതാ നമസ്കരിക്കുന്ന വേളയിലുണ്ടായ മറ്റൊരു സംഭവം. ഖാല അബൂജഹൽ പറഞ്ഞു, അബൂജഹൽ ചോദിച്ചു അവന്റെ ആളുകളോട്, ഹൽ യുഅഫിർ മുഹമ്മദ് വജ്ഹഹു ബൈന ളുഹുരിക്കും, മുഹമ്മദ് നിങ്ങളൊക്കെ കാണുക ഇത്ര പരസ്യമായിട്ട് ഇവിടെ ഇങ്ങനെ തല മണ്ണിൽ വെക്കാറുണ്ടോ, സുജൂദ് ചെയ്യാറുണ്ടോ എന്നതിനാണ് അവൻ തല മണ്ണ് കുത്താറുണ്ടോ എന്ന് പരിഹസിച്ചത്. ചോദിച്ചറിഞ്ഞു അവൻ ആളുകളോട്, അങ്ങനെ മുഹമ്മദ് ചെയ്യാറുണ്ടോ? ഫഖീല നഅം, അവരൊക്കെ പറഞ്ഞു ചെയ്യാറുണ്ട്, മുഹമ്മദ് അങ്ങനെ ചെയ്യാറുണ്ട്. ഫഖാല, അപ്പോൾ അബൂജഹൽ പറഞ്ഞു ആ സന്ദർഭത്തിൽ, വല്ലാത്തി വൽ ഉസ്സ, ലാത്തയും ഉസ്സയുമാണ് സത്യം, ലൈൻ റഅയ്തുഹു യഫലു ദാലിക, ഇനിയെങ്ങാനും അവൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടാൽ, അബൂജഹലിന്റെ ധിക്കാരത്തോടെയുള്ള വാക്കാണ്, ഇനിയെങ്ങാനും അവൻ അങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടാൽ, ലഅതഅന്ന അലാ റഖബതിഹി, അവന്റെ പെരടിക്ക് ഞാൻ ചവിട്ടും. ഇന്നാ ലില്ലാഹ്, ആ മൽഊനായ അബൂജഹൽ പറയാണ്, അവന്റെ പെരടിക്ക് ഞാൻ ചവിട്ടുക തന്നെ ചെയ്യും. ഔല അഅഫിറന്ന വജ്ഹഹു ഫിത്തുറാബ്, അല്ലെങ്കിൽ അവന്റെ മുഖം ഞാൻ മണ്ണിലിട്ട് ഉരക്കും.
അവന്റെ മുഖം ഞാൻ മണ്ണിലിട്ട് കാലുകൊണ്ട് പിരിച്ച് അവന്റെ തലയും മുഖമൊക്കെ കൂടി മണ്ണിലിട്ട് മണ്ണ് വരളിക്കും ഞാൻ. ഇതും പറഞ്ഞ് വീരവാദം മുഴക്കിയിട്ട് ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യുസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ നബി തങ്ങളുടെ സമീപത്തേക്ക് ഇവൻ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നെടുത്തു. വഹുവ യുസല്ലി, അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിലാണ്, അവിടുന്ന് സുജൂദ് കിടക്കുകയാണ്. ആ അവസരത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ശരീരത്തിൽ ആ കഴുത്തിൽ ആ പെരടിയിൽ കാല് വെച്ച് ചവിട്ടിത്തേക്കാൻ വേണ്ടി അവൻ മുന്നോട്ടാഞ്ഞു. എന്താ ഉണ്ടായത്? അവനായിട്ട് ചവിട്ടാൻ വേണ്ടിയാണ്ട് ചെന്നതാ. അപ്പോഴേക്കണ്ട് ചെന്ന കാര്യമേ തന്നെ അവൻ പിന്നോട്ട് മടങ്ങണം. അങ്ങോട്ട് വെച്ച കാലവൻ പെട്ടെന്ന് പിന്നോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. പിന്നോട്ടവൻ പിന്നോട്ടടിക്കാൻ തുടങ്ങി. മാത്രല്ല അവനിങ്ങനെ പിറകോട്ട് നീങ്ങിയെന്ന് മാത്രല്ല, അവന്റെ കൈ കൊണ്ട് എന്തോ അവനിങ്ങനെ തള്ളുന്നു. എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറയൂലേ നമ്മള്, എന്നെ ഒന്നും കാണിക്കല്ലേ എന്ന് പറയുമ്പോ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ തടുക്കൂലേ, അതേപോലെ അവനിങ്ങനെ മുന്നോട്ട് കൈ കൊണ്ട് ഇങ്ങനെ തടുക്കുന്നുണ്ട്, പിന്നോട്ട് ഓടുന്നുണ്ട്. ഒന്നും ആരും കാണുന്നില്ല. വലിയ വീരവാദം മുഴക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടാൻ ചെന്നവനാ. ആ സന്ദർഭത്തിൽ അവനോട് ചോദിക്കപ്പെട്ടു, മാലിക്, എന്താ നിനക്ക് പറ്റിയത്? എന്തേ നിങ്ങൾക്ക് പറ്റിയത്? ഫഖാല, അപ്പൊ അബൂജഹൽ പറഞ്ഞു, ഇന്ന ബൈനി വബൈനഹു ലഖന്ദഖം മിൻ നാർ വഹൗലൻ വഅജ്നിഹ. അവൻ പറയാണ്, ഹാവ് കഴിയില്ലട്ടോ, ഞാനായിട്ട് ചെന്ന് നോക്കുമ്പോ എന്റെയും മുഹമ്മദിന്റെ ഇടയിൽ ഒരു തീയുടെ കിടങ്ങ, ഭയങ്കര ഒരു തീ കൊണ്ടുള്ള ഒരു കിടങ്ങ്, ആ കിടങ്ങിൽ നിറയെ തീ ആളിക്കത്തുന്നു. ഭയാനകമായ ഒട്ടേറെ രംഗങ്ങൾ ഞാൻ കാണുന്നു. അജ്നിഹ, ചിറകുകളും ഒരുപാട് എന്തൊക്കെയോ ഭീകരമായ രൂപങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നു. അടുക്കാൻ പറ്റണില്ലാണ്ട് മുഹമ്മദിന് മുമ്പിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ആരും കണ്ടില്ല, അവനത് കാണുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞത് ലൗ ദനാ മിന്നി ലഖ്തതഫതുൽ മലായിക ഉളുവൻ ഉളുവാ. ഇഖ്തതഫ എന്ന് പറഞ്ഞാൽ റാഞ്ചി കൊണ്ടുപോയി എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലൗ ദനാ മിന്നി, അവനെങ്ങാനും എന്നെ സമീപിച്ചിരുന്നുവെങ്കിൽ, അവനെങ്ങാനും എന്റെ അടുത്തിരുന്നുവെങ്കിൽ ലഖ്തതഫതുൽ മലായികതു, മലക്കുകൾ അവനെ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകുമായിരുന്നു. ഉളുവൻ ഉളുവാ, ഓരോ അവയവങ്ങളും പിച്ചി കീറി അവനാണ് കൊണ്ടുപോകുമായിരുന്നു. അവയവങ്ങളായിട്ട് അള്ളാന്റെ മലക്കുകളുടെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടായി. അവനെ അടുക്കാൻ പറ്റിയില്ല. അത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ കാവലാണ്. ആ സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് അള്ളാഹു തആല പറയാണ് സൂറത്തുൽ അലഖ്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക്കർ റുജ്ആ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ ആ വലിയ അത്ഭുതം, കല്ലാ വേണ്ട, ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ, ലയത്ഗാ, അവൻ അതിക്രമം കാണിക്കാൻ ഒരുങ്ങുന്നു. അബൂജഹലിനെ കുറിച്ചാ പറയുന്നത്. റആഹു ഇസ്തഗ്നാ, അവൻ തന്നെ, ഞാൻ തന്നെ എല്ലാത്തിനും പോന്നവനാണെന്ന് അവന് തോന്നിപ്പോയി. ഇന്ന ഇലാ റബ്ബിക്കർ റുജ്ആ, നിന്റെ റബ്ബിന്റെ അടുത്തേക്കാണല്ലോ മടക്കം. ആ ചിന്ത അവനില്ല, മനുഷ്യനില്ല. മൊത്തം നിയമങ്ങൾ പറയാണ്. എന്നിട്ട് പറയാണ്, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ, അടിമ നമസ്കരിക്കുന്ന വേളയിൽ ആ നമസ്കരിക്കുന്ന അടിമയെ തടയാൻ ചെന്നവനെ നീ കണ്ടില്ലയോ? തടയാൻ ചെന്ന രൂപാണ്. ആ അവസരത്തിൽ ഇത് സംബന്ധമായിട്ടുള്ള വചനം ഇറങ്ങുകയാണ്. മാത്രല്ല മറ്റൊരിക്കൽ ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഇൻദൽ മഖാം, ഇബ്രാഹിം മഖാമിന്റെ സമീപത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫമറ ബിഹി അബൂജഹൽ ബിൻ ഹിഷാം, അബൂജഹൽ അവൻ ആ പരിസരത്തുകൂടെ കടന്നു വന്നു. അവൻ നടന്നുപോയി. ഫഖാല, അവൻ ചോദിച്ചു, പിന്നെ യാ മുഹമ്മദ് അലം അൻഹക അൻ ഹാദാ, അലം അൻഹക അൻ ഹാദാ, അലം അൻഹക അൻ ഹാദാ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ ചെയ്യാൻ പാടില്ല? ധിക്കാരത്തോടെ അവന്റെ മറുപടി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ നിന്നോട് വിരോധിച്ചിട്ടില്ലേ ഇവിടെ പാടില്ല? വതവഅദഹു, അവൻ റസൂലുള്ളാഹിനെ ഭീഷണിപ്പെടുത്തി.
ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ഗൗരവത്തോടെ ചില താക്കീര് നടത്തിയിട്ട് പറഞ്ഞു, ഇനി നിനക്ക് അങ്ങനെ വല്ലാതെ എന്റെ പിന്നാലെ അങ്ങനെ കൂടാൻ നിനക്ക് സാധ്യമല്ല. അപ്പൊ ഇവൻ ചോദിച്ചു, യാ മുഹമ്മദ് ബിഅയ്യി ശൈഇൻ തുഹദ്ദിദുനി, നീ എന്തു പറഞ്ഞിട്ടാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? അമാ വല്ലാഹ്, നിശ്ചയം അല്ലാഹനെ തന്നെയാണ് സത്യം. അബൂജഹലിന്റെ സത്യം ചെയ്യലാണ്. അവൻ പറയണം, അല്ലാഹനെ തന്നെയാണ് സത്യം. ഇന്നീ ലഅക്സറു ഹാദൽ വാദി നാദിയ, ഈ പ്രദേശത്ത് ഏറ്റവും വിളിച്ചാൽ ആളെ കിട്ടാവുന്ന ജനശക്തി എന്റെ കയ്യിലുള്ളത്. ഞാൻ വിളിച്ചാൽ ഇവിടെ ആള് വരുന്ന അത്ര നിനക്ക് വരൂല. അവിടെ നിന്റെ അനുയായികളെ കാട്ടി എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, നിന്നെ ഞാൻ വിടൂല എന്ന് പറഞ്ഞു അബൂജഹൽ. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല ആയത്തിറക്കുന്നു, എങ്കിൽ അവനവന്റെ സംഘത്തെയും സഭയെയും വിളിച്ചുകൊള്ളട്ടെ. സനദുസ്സബാനിയ, നാം സബാനിയാക്കളെയും വിളിക്കുന്നതാണ്. അവനൊന്ന് വിളിക്കട്ടെ, കാണാം എന്ന നിലക്ക് ആ സന്ദർഭത്തെക്കുറിച്ചും അല്ലാഹു തആല വചനം അവതരിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലൗ ദഅാ നാദിയഹു ലഅഖദതുഹു മലായികത്തുൽ അദാബ് മിൻ സാഅതിഹി, ശിക്ഷയുടെ മലക്കുകൾ അപ്പത്തന്നെ അവിടെ അവനെ പിടികൂടുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അതിലേക്കുള്ള സൂചനയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആദ്യകാലത്ത് ഈ ദഅവത്ത് പരസ്യപ്പെടുത്തിയ സന്ദർഭത്തിൽ അവിടുന്ന് തന്നെ നേരിട്ട് ഏറ്റുവാങ്ങിയ പീഡനങ്ങളാണ്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു അംറിനോട് ചോദിച്ചു, അഖ്ബിർനി ബിഅശദ്ദി മാ സനഅൽ മുശ്രികൂന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് ചെയ്തതിൽ ഏറ്റവും കടുപ്പുള്ള വല്ലതും എനിക്ക് പറഞ്ഞു തരുമോ? അരംഗത്തിന് സാക്ഷിയായ അബ്ദുല്ലാഹ് ഇബ്നു അംറിനോട് ചോദിക്കുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രയാസമുണ്ടായ ഒരു രംഗം പറഞ്ഞു. ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ബിഫിനാഇൽ കഅബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മുറ്റത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കെ, ഇത് അഖ്ബല ഉഖബത്ത് ഇബ്നു അബീ മുഈത്ത്, ഉഖബത്ത് ഇബ്നു അബീ മുഈത്ത് എന്ന് പറയുന്ന ആധികാരി കടന്നു വന്നു. ഫഅഖദ ബിമൻകിബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ചുമലങ്ങ് പിടിച്ചിട്ട് വലവാ സൗബഹു ഫി ഉനുഖിഹി, സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്ത് ചെയ്തു? അവന്റെ വസ്ത്രം ചുരുട്ടിയിട്ട് പ്രവാചകന്റെ കഴുത്തിലിട്ട് വലിച്ചു. ഫഖനഖഹു ഖൻഖൻ ശദീദ, ഭയങ്കര വലിയാണ്. തുണി ഇങ്ങോട്ട് കഴുത്തിലിട്ട് ചുരുട്ടി പിടിച്ചിട്ട് മുറുക്കി വലിയടാ വലിയെന്നും പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള രംഗാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ സന്ദർഭത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കി ആഞ്ഞു വലിക്കുകയാണ്. വലിയടാ വലി, കൊല്ലവനെ എന്നും പറഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന നേരത്ത് ഫഅഖ്ബല അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. ഫഅഖദ ബിമൻകിബിഹി, അവിടുത്തെ ചുമലിൽ ശക്തിയായി പിടിച്ചു. വദഫഅൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവനെ തള്ളി മാറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രക്ഷപ്പെടുത്തിയിട്ട് അവിടുന്ന് ചോദിച്ചു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിച്ചു, അത്തഖ്തുലൂന റജുലൻ യഖൂല റബ്ബിയല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബികും, അത്തഖ്തുലൂന, നിങ്ങൾ കൊല്ലുകയാണോ? റജുലൻ, ഒരാളെ നിങ്ങൾ കൊല്ലുകയാണോ? ജനങ്ങളെ, അദ്ദേഹം എന്ത് ചെയ്തിട്ടാ നിങ്ങളോട്, അദ്ദേഹം എന്ത് പാപം ചെയ്തിട്ടാ ഇങ്ങനെ നിങ്ങൾ ദ്രോഹിക്കുന്നത്? അയ്യഖൂല റബ്ബി അല്ലാഹ്, അദ്ദേഹം എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിനാണോ? ഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉതകുന്ന സുവ്യക്തമായ പ്രമാണങ്ങളും തെളിവുകളുമായിട്ടല്ലേ അദ്ദേഹം വന്നിട്ടുള്ളത്. എന്തിനാ നിങ്ങൾ ആ മനുഷ്യനെ ദ്രോഹിക്കുന്നത്? അദ്ദേഹം റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞതിനാണോ ഈ കടുപ്പം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഗതിമുട്ടി പ്രയാസപ്പെട്ടു. ആദർശ പ്രബോധന രംഗത്ത് അവിടത്തേക്ക് വല്ലാത്ത പീഡനങ്ങളും പ്രയാസങ്ങളും വന്നപ്പോ അവിടുന്ന് ദുആ ചെയ്യേണ്ടി വന്നു. ഇവിടുന്ന് ദുആ ചെയ്തു, അവിടുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയോളം എത്തി. ദഅാ ഖുറൈശ് ലമ്മാ കദ്ദബൂഹു വസ്തഅസൂ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ഇസ്ലാമിന്റെ ആദർശ പ്രബോധനത്തിന് സ്വാതന്ത്ര്യം അനുവദിക്കാതെ ഇബാദത്ത് ചെയ്യാൻ പോലുമുള്ള ഒരവസരം പരിശുദ്ധ കഅബയുടെ സമീപത്തു നിന്ന് നിഷേധിക്കപ്പെട്ട് ശാരീരികമായി ഏറെ പീഡനങ്ങൾ സഹിച്ച് തളർന്നപ്പോൾ അവിടുന്ന് അല്ലാഹുവിങ്കലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ വരെ എത്തി. അല്ലാഹുമ്മ അഇന്നി അലൈഹിം ബിസബ്ഇൻ കസബ്ഇ യൂസുഫ്,
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇവർക്കെതിരെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ജനങ്ങൾക്ക് 7 കൊല്ലത്തെ വരൾച്ചയുണ്ടായതുപോലെ നീ ഇവർക്കും ശക്തമായ വരൾച്ച കൊടുക്കണേ അല്ലാഹ്, വലിയ ക്ഷാമം കൊടുക്കുക. അവർക്കെതിരെ അവിടുന്ന് കൈയുയർത്തി പ്രാർത്ഥിച്ചു. ഫഅഖദത്തുഹും സന. ആ ജനങ്ങൾക്ക് അന്ന് മക്കയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയുടെ ഫലമായി മക്കയിലെ ജനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ക്ഷാമം പിടിപെട്ടു. അങ്ങനെ അവർ എല്ലാം തിന്നാൻ നിർബന്ധിതരായി എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഹത്താകലുൽ മൈത്തത വൽ ഇളാമ വൽ ജുലൂദ്. ശവം തിന്നാൻ നിർബന്ധിതരായി അവർ. വൽ ഇളാമ, എല്ലുകൾ പൊടിച്ച് അതുകൂടി കുടിക്കാനും തിന്നാനൊക്കെ നിർബന്ധിതരായി. അതുപോലെ തന്നെ വൽ ജുലൂദ്, തൊലി, മൃഗത്തിന്റെ തോലും ഒക്കെ, എന്തും രോമൊക്കെ ഇട്ട് തിളപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് വേണ്ട എന്നുള്ള നിലക്ക് കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പ്, തുകൽ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പുകൾ വരെ വെള്ളത്തിലിട്ട് കുതിർത്തി അതുവരെ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തി. അത്രത്തോളം പ്രവാചകനെ പീഡിപ്പിച്ച ജനത ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എത്രത്തോളം മുകളിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യന് അവന് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കണ്ണ് കാണാതായി. കാണുന്നത് മുഴുവൻ എന്തോ ഒരു പുക പോലെ, അന്തരീക്ഷം മുഴുവൻ ഒരു പുക നിറഞ്ഞതുപോലെ തോന്നുന്നു, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ അന്ന് മുസ്ലിമല്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, ഇന്നക തഅമുറു ബിത്വാഅത്തില്ലാഹ് വബിസിലത്തിർ റഹിം ഫഇന്ന ഖൗമക ഖദ് ഹലകു ഫദ്ഉല്ലാഹ ലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂ സുഫിയാൻ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഇന്നക തഅമുറു ബിത്വാഅത്തില്ലാഹ്, നീ അല്ലാഹുവിനെ അനുസരിക്കണമെന്ന് കൽപ്പിക്കുന്നയാളല്ലേ. വബിസിലത്തിർ റഹിം, കുടുംബബന്ധം ചേർക്കണം, അതിന്റെ മഹത്വമൊക്കെ പറയുന്ന ആളല്ലേ. വഇന്ന ഖൗമക ഖദ് ഹലകു, നിന്റെ കുടുംബങ്ങളും നിന്റെ ആൾക്കാരും ഒക്കെ ഇല്ലേ ഈ നശിച്ചു പോകാൻ പോവുകയാണ്. ഉണ്ട് ഫദ്ഉല്ലാഹ ലഹും, അവർക്കൊന്ന് രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകൻ, ഇത്രത്തോളം തന്നെ ദ്രോഹിച്ച ജനത കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ അവിടുത്തെ മനസ്സതാ വല്ലാതെ വീണ്ടും അലിഞ്ഞു പോവുകയാണ്. ഒക്കെ മറന്നു. അവിടുന്ന് തന്നെ ദ്രോഹിച്ച ഈ ജനത ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ഒരാൾ വന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ വിടൂല ഞാൻ അവരെ എന്നല്ല പറയുന്നത്, ഇത്രത്തോളം അവിടുത്തെ നിസ്കരിക്കുന്ന അവസരത്തിൽ പോലും ശ്വാസം മുട്ടിച്ചു കൊല്ലാനും പ്രയാസപ്പെടുത്താനും തുടങ്ങിയ ആ ജനത കഷ്ടപ്പെടുന്നു എന്ന് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം മറന്നു എന്ന് മാത്രല്ല, ഫലമ്മാ ദഅ റബ്ബഹു, റബ്ബിനോട് ദുആ ചെയ്തു. അവർ വന്നിട്ട് ഇത്ര കൂടി പറഞ്ഞു, മുഹമ്മദ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ ഇതിന്റെ ഈ ക്ഷാമൊക്കെ ഒന്ന് മാറിയാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചോളാം. അത് കേട്ടപ്പോ വല്ലാത്തൊരു സന്തോഷം. വിശ്വസിക്കോലോ, അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം അതാണ്. ഒന്നും ഇങ്ങോട്ട് വേണ്ട, ഇവര് മോമിനാവൂലേ, ഇവര് മുസ്ലിമീങ്ങളാകുമല്ലോ, എന്നാ എന്താ ഇവര് നരകത്ത് പോവില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രം ആഗ്രഹിക്കുന്നത്. അത് കേട്ടപ്പോ അവിടത്തേക്ക് എല്ലാം മറക്കണം. ഞങ്ങൾ മുസ്ലിമീങ്ങളായിക്കോട്ടെ. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരല്ലേ, എന്താ റസൂലുള്ളാഹിക്ക് വല്ല പ്രത്യേകതയുണ്ടോ? ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്നല്ല, അവനവന്റെ പരലോകം രക്ഷപ്പെടല്ലേ, ഒരാൾ നരകത്തിയില്ലെന്ന് രക്ഷപ്പെടല്ലേ. ആ ഒരു നസീഹത്ത്, ആ ഒരു ഗുണകാംക്ഷ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലുണ്ടായി. അവിടുന്ന് അവര് പറഞ്ഞത് വിശ്വസിച്ചു. അല്ലാഹുവേ, നീ ഇവരുടെ ക്ഷാമം നീക്കിക്കൊടുക്കണേ പ്രാർത്ഥിച്ചു. പക്ഷേ അവര് പറഞ്ഞു, റബ്ബനക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ, ഞങ്ങൾ വിശ്വസിച്ചോളാം, ഞങ്ങൾക്ക് ഈ അദാബിൽ നിന്നൊന്ന് മോചനം തരണം. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. ക്ഷാമം നീങ്ങി, നല്ല കാലം വന്നു. പക്ഷേ മുശ്രിക്ക് പിന്നെയും അവന്റെ പഴയ പടിയിലേക്ക് നീങ്ങി. പരിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്നതിന് അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. ഇങ്ങനെ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ, ആരോപണങ്ങളും പരിഹാസങ്ങൾക്കും കയ്യും കണക്കുമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് ഒരു ഭാഗത്തിരിക്കുമ്പോൾ വഹൗലഹുൽ മുസ്തദഅഫൂന മിൻ അസ്ഹാബിഹി, പ്രവാചകനിൽ വിശ്വസിച്ചിട്ടുള്ള വളരെ ദുർബലരായ പാവപ്പെട്ട ആളുകളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇരിക്കുകയാണ്. ആരൊക്കെയുണ്ട് കൂട്ടത്തിൽ? അമ്മാർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഖബ്ബാബ് ഇബ്നുൽ അർത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഉണ്ട്, ബിലാലുൽ ഹബശി റളിയല്ലാഹു അൻഹു ഉണ്ട്. അതേപോലെയുള്ള ആളുകളൊക്കെ പാവങ്ങളായ ആളുകളുടെ കൂടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോൾ ഫഇദാ മറത്ത് ബിഹിം ഖുറൈശ് ഇസ്തഹ്സഊ ബിഹിം, അവരെ പതിവെന്താ, ഇവരെ കാണുമ്പോൾ തന്നെ മുശ്രിക്കീങ്ങൾ പരിഹസിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയാൻ തുടങ്ങി, അഹൗലായി ഖദ് മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ, ഇവർക്കാണ് അപ്പൊ നമ്മളെ കാണൊക്കെ വലിയ പ്രത്യേകത അല്ലാഹു കൊടുത്തിട്ടെന്ന് പറയുന്നത് ഇവരോ, ഈ ആളുകളോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇരിക്കുന്നവരെയും പ്രവാചകരെ തന്നെയും അവർക്ക് വല്ലാത്ത പരിഹാസമായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, സത്യമങ്ങ് പറയുമ്പോൾ ഇതുവരെ ആദരിച്ചിരുന്നവരൊക്കെ വെറുക്കും, ഇതുവരെ സ്നേഹിച്ചവരാണ്, അല്ലമീനെന്ന് വിളിച്ചവരാണ്, ഏത് കാര്യത്തിനും പഞ്ചായത്ത് പറയാൻ, മധ്യസ്ഥം പറയാൻ കണ്ടിരുന്ന നേതാവാണ്, നീ ഒരിക്കലും കളവ് പറയില്ലല്ലോ എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തയാളാണ്, നീ ഏറ്റവും നല്ല ഒരാളുടെ മകനല്ലേ, നിന്നിൽ നിന്ന് മാജറബിന, ഞങ്ങൾ ഒരിക്കലും പരിചയിച്ചിട്ടില്ലല്ലോ നിന്നിൽ നിന്ന് ഒരു കളവും എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന ജനത, അതേ ഈ സത്യമെന്ന് പറയുമ്പോ അതേ അവർക്കെന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, പിന്നെ എന്തെങ്കിലും പറയണ്ടേ. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, ഇതൊരു സാധാരണ മനുഷ്യനാണല്ലോ, ഇയാളൊന്നും നബിയാകാൻ കൊള്ളൂല. പരിശുദ്ധ ഖുർആൻ അവരുടെ പരിഹാസങ്ങൾ പറയുന്നു. വമാ മനഅൻ നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ലാ അൻ ഖാലൂ അബഅസല്ലാഹു ബശറർ റസൂലാ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയാണ്, ജനങ്ങളെ തടയുന്നില്ല അൻ യുഅ്മിനൂ, അവരെ വിശ്വസിക്കുന്നതിൽ നിന്നും, ഇദ് ജാഅഹുമുൽ ഹുദാ, അവർക്ക് സന്മാർഗം വന്നു കിട്ടിയതിന്റെ ശേഷവും എന്തല്ലാതെ തടയുന്നില്ല, ഇല്ലാ ഖാലു, അവര് പറയുന്നു എന്നതല്ലാതെ, അബഅസല്ലാഹു ബശറർ റസൂലാ, അബഅസല്ലാഹു ബശറർ റസൂലാ, അല്ലാഹു ഈ മനുഷ്യനെയാണോ റസൂലാക്കി അയക്കാൻ കണ്ടത്? ഒരു മലക്ക് വന്നൂടായിരുന്നോ? മലക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം, ഇത് മനുഷ്യൻ വന്നിട്ടൊന്നും പറയേണ്ട കാര്യമല്ല. ഖുർആൻ അതിന് മറുപടി കൊടുത്തു. വഖാലൂ ലൗലാ ഉൻസില അലൈഹി മലകുൻ വലൗ അൻസൽനാ മലകൻ ലഖുദിയൽ അംറു സുമ്മ ലാ യുൻദറൂൻ. ഖാലൂ, അവര് പറയുന്നു, ലൗലാ ഉൻസില അലൈഹി മലകുൻ, എന്തുകൊണ്ടൊരു മലക്കിനെ അദ്ദേഹത്തിന്റെ മേൽ ഇറക്കപ്പെട്ടില്ല സഹായിയായിട്ട്? ഇനി ഒരു മലക്കിനെ തന്നെയാണ് ജനങ്ങളിലേക്ക് അല്ലാഹു അയക്കുന്നതെങ്കിലോ, വലൗ അൻസൽനാ മലക്കൻ, ഒരു മലക്കിനെയാണ് നാം ഇറക്കുന്നതെങ്കിൽ, ലഖുദിയൽ അംറു സുമ്മ ലാ യുൻദറൂൻ, കാര്യമങ്ങ് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു പോകും, പിന്നീടൊരവധിയും അവർക്ക് നൽകപ്പെടൂല. മലക്കിനെ ഇറങ്ങി അവിടെ ശിക്ഷയെ വരിക. മലക്കിനെ ഇറങ്ങേണ്ട പൂതിയാണ് മാറുങ്ങൾക്ക്. ഞാൻ മലക്കിനെ ഇറക്കിയാലുണ്ടല്ലോ, മലക്കിനെ ഇറക്കിയ കാര്യമുണ്ട്, എല്ലാം കഴിയും. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? മാത്രമല്ല, അല്ലെന്നാ പിന്നെ മലക്ക് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കൊടുത്ത മനുഷ്യൻ വന്ന് പറയുന്നു. അതിനും ഖുർആൻ പറയുന്നു, വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. വലൗ ജഅൽനാഹു മലക്കൻ, നാം ആ ദൂതനെ ഒരു മലക്കാക്കിയിരുന്നുവെങ്കിൽ, ലജഅൽനാഹു റജുലാ, നാം അദ്ദേഹത്തെ ആരാക്കി ഇറക്കണം? ഒരു പുരുഷന്റെ കോലത്തിൽ തന്നെ ഇറക്കണ്ടേ? മനുഷ്യന് കാണണമെന്നുണ്ടെങ്കിൽ മലക്ക് വന്നാൽ ശരിയാവോ? മനുഷ്യന് കാണണമെന്നുണ്ടെങ്കിൽ മലക്കിന്റെ രൂപത്തിൽ കാണാൻ കഴിയില്ല. പിന്നെ ഈ മനുഷ്യന് കാണണമെന്നുണ്ടെങ്കിൽ ആരാവണം? മലക്കിനെ മനുഷ്യവേഷത്തിൽ ഇറക്കണം. വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ, അപ്പോഴും ഇവർക്കുള്ള ഇതേ സംശയങ്ങൾ അവരപ്പോഴും പറയൂലേ. എന്തൊരു മനുഷ്യൻ വന്നു, ഇനി ഒരു മനുഷ്യന്റെ രൂപത്തിൽ മലക്കിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ തന്നെ ആവണ്ടേ? അപ്പോഴും പറയും, ഇതെന്താ മലക്ക്? മലക്കല്ലല്ലോ, ഇത് മനുഷ്യനല്ലേ. എന്ത് പൊട്ടത്തരാണ് മുശ്രിക്കുകളെ, കാഫിറുകളെ നിങ്ങൾ പറയുന്നത്? എന്തൊക്കെ ഞൊണ്ടിന്യായങ്ങളാണ് ഈ യഥാർത്ഥമായ വെളിച്ചത്തെ സ്വീകരിക്കുന്നതില്ലെന്ന് നിങ്ങൾ പുകമറയാക്കി സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ അവരെ ആക്ഷേപിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെന്താ ഒരാക്ഷേപം? വഖാലൂ മാലി ഹാദർ റസൂൽ യഅകുലു അത്അമ വയംശീ ഫിൽ അസ്വാഖ്. അവര് പറയാൻ തുടങ്ങി, മാലി ഹാദർ റസൂൽ, ഈ റസൂലിന് എന്ത് പറ്റി? ഇതെന്ത് റസൂല? യഅകുലു അത്അമ വയംശീ ഫിൽ അസ്വാഖ്, ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നല്ലോ, മാർക്കറ്റിലൂടെ നടന്നു പോകുന്നല്ലോ, ഭക്ഷണം കഴിക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്, മാർക്കറ്റിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്, ഇതെന്ത് റസൂല എന്ന് പറഞ്ഞു പരിഹസിക്കാൻ തുടങ്ങി. അപ്പൊ ഖുർആൻ മറുപടി കൊടുത്തു, വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന ഇല്ലാ ഇന്നഹും ലയഅകുലൂന അത്അമ വയംശൂന ഫിൽ അസ്വാഖ്
വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന, താങ്കൾക്ക് മുമ്പ് ദൂതന്മാരായിട്ടൊരാളെയും നാം അയച്ചിട്ടില്ല. എല്ലാവരും തന്നെ ലയഅ്കുലൂന ത്വആം, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരെ തന്നെയായിരുന്നു. വയംശൂന ഫിൽ അസ്വാഖ്, അങ്ങാടികളിലൂടെ നടക്കുന്നവരുമായിരുന്നു. ഇതൊക്കെ എല്ലാ നബിമാരും അങ്ങനെ തന്നെയായിരുന്നു. ഈ ന്യായമൊന്നും പറയണ്ട. പിന്നെ പറഞ്ഞതെന്താണ്? എന്നാ പിന്നെ ഇയാൾക്ക് എന്താ? ഇയാൾ പൈസക്കാരനല്ല, ഇയാൾ പണമുള്ളയാളല്ല. എന്തുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് പണക്കാരില്ലേ? പ്രൗഢിയും പ്രതാപവുമുള്ള പേരും തറവാട്ടുകാരുമില്ലേ? ഈ തായിഫ് എന്ന് പറയുന്ന ഭൂമികയിലും അതുപോലെ തന്നെ മക്ക എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ ഈ മുഹമ്മദ് അല്ലാത്ത വേറെ എത്ര ആളുകളുണ്ട്? പിന്നെ മുഹമ്മദിന് പണല്ല എന്നുള്ളതാണ് അടുത്ത്, ദരിദ്രനാണ്. അതേ, അവരാ ന്യായവും പറഞ്ഞു. വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖർയതൈനി അദീം. ലൗലാ നുസ്സില ഹാദൽ ഖുർആനു, ഈ ഖുർആൻ എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടില്ല? ഈ ഖുർആൻ എന്തേ അവതരിപ്പിച്ചുകൂടായിരുന്നോ? അലാ റജുലിൻ മിനൽ ഖർയതൈനി, മക്കയും ത്വായിഫും അടങ്ങുന്ന ഈ രണ്ട് രാജ്യങ്ങളിലുള്ള അളീമായ ഒരു മനുഷ്യന്റെ മേലെന്തുകൊണ്ട് അവതരിപ്പിച്ചില്ല? ആർക്കും അത്ര പിടിക്കാത്ത, അത്രയൊന്നും സമ്പത്തില്ലാത്ത, അത്രയൊന്നും തറവാടിത്തമായ സമൂഹത്തിൽ അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരാൾക്കാണോ ഇത് കൊടുക്കാൻ കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടും അവര് സംസാരിച്ചു. അവരുദ്ദേശിച്ചത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. മക്കയിലാണെങ്കിൽ വലീദ് ബിൻ മുഗീറ വലിയ സമ്പന്നനായിരുന്നു. തായിഫിലാണെങ്കിൽ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി. ഇവർക്ക് രണ്ടാൾക്കുമാണ് കിട്ടേണ്ടിയിരുന്നത്. മുഹമ്മദിന് അത് ശരിയായില്ല എന്ന ആൾ ആ നിലക്ക് വിലയിരുത്താൻ നോക്കി. എല്ലാം പറഞ്ഞു, തീർന്നില്ല. അവസാനം പറഞ്ഞു, വെന്ന് തലക്ക് സുഖമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശാരീരികമായി പീഡിപ്പിച്ച ജനത എല്ലാ നിലക്കും തളർത്താൻ നോക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യന് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ അയാൾക്കത് സഹിക്കുമോ? ഭ്രാന്തില്ലെങ്കിൽ, ഭ്രാന്തില്ലാത്ത ഒരു മനുഷ്യന് മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ, അയാൾക്ക് തലക്ക് വെളിവില്ല എന്ന് പറഞ്ഞാൽ ആര് സഹിക്കുന്ന വാക്കാണത്? അതും മുശ്രിക്കുകൾ അവിടുത്തോട് പറഞ്ഞു. വഖാലൂ യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ. യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു, ഈ ഉത്ബോധനം ഇറക്കപ്പെട്ടു എന്ന് പറയുന്നവനെ, ഇന്നക ലമജ്നൂൻ, ഈ ഭ്രാന്തൻ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് തലക്ക് സുഖമില്ല, നീ മനോരോഗിയാണ്, ഈ ഭ്രാന്തനാണ്. വഖാലൂ മുഅല്ലമുൻ മജ്നൂൻ, നല്ല പഠിച്ച ഭ്രാന്തനാണെന്നും പറഞ്ഞു. പഠിപ്പിക്കപ്പെട്ട ഭ്രാന്തനാണ്, സാധാരണ ഒരു ഭ്രാന്തനല്ല. പക്ഷെ എന്തോ ഇവിടുന്നൊക്കെ പലതും ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലക്കും സംസാരിച്ചു. അല്ലാഹു തആല അതിനൊക്കെ മറുപടി കൊടുത്തു. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. പേനയാണ് സത്യം. വൽ ഖലമി വമാ യസ്തുറൂന, അതുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന അവരെഴുതുന്നവയും തന്നെയാണ് സത്യം. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഓ നബിയേ, താങ്കളുടെ രക്ഷിതാവിന്റെ നിഅമത്തൊന്നുകൊണ്ട് താങ്കൾ ഒരിക്കലും ആരല്ല, ഭ്രാന്തനല്ല. നിങ്ങൾക്ക് ഭ്രാന്തില്ല. അല്ലാഹു തആല അതിന് മറുപടി കൊടുത്തു. فذكر فما أنت بنعمة ربك بكاهن ولا مجنون أم يقولون شاعر نتربص به ريب المنون. അടുത്ത ആരോപണം എന്താണ്? ഇവനൊരു കാഹിനാണ്, ജ്യോത്സ്യനാണ്, ജ്യോത്സ്യപ്പണി അറിയുന്നവനാണ്, ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞു. അല്ലാഹു തആല മറുപടി കൊടുത്തു. ഫദക്കിർ, നബിയെ ഉത്ബോധനം നടത്തിക്കോളൂ, അല്ലാഹ് അവതരിപ്പിച്ച് തന്ന സത്യം പറഞ്ഞോളൂ നബിയെ. ആളുകൾ നിങ്ങളെപ്പറ്റി എന്തു പറഞ്ഞ് ആക്ഷേപിച്ചാലും പിന്മാറല്ല. ഫമാ അൻത ബിനിഅമതി റബ്ബിക, താങ്കൾ താങ്കളുടെ രക്ഷിതാവിന്റെ നിഅമത്ത് കൊണ്ട് താങ്കളല്ല ബികാഹിനിൻ വലാ മജ്നൂൻ, നിങ്ങൾ കാഹിനോ മജ്നൂനോ ഒന്നുമല്ല. പിന്നെ അവർ പറയാൻ തുടങ്ങി, ഇതൊക്കെ കവിത പാടുകയാണ്, മുഹമ്മദ് കവിയാണ്. അം യഖൂലൂന ശാഇർ, അം യഖൂലൂന ശാഇർ, അവർ പറയുകയാണോ കവിയാണെന്ന്? അവർക്ക് എന്താ അത് പറയാൻ അർഹത? അതുകൊണ്ട് തീർന്നില്ല. വജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. സൂറത്തു സ്വാദിലൂടെ അല്ലാഹ് പറയുന്നു, അവർ അത്ഭുതപ്പെട്ടു. മുശ്രിക്കുകൾ, കാഫിറുകൾക്ക് ആശ്ചര്യം,
എന്താ ആശ്ചര്യം? അൻജാഅഹും മുൻദിറും മിൻഹും, അവരിൽ പെട്ട ഒരു താക്കീതുകാരൻ അവർക്ക് വന്നപ്പോൾ വഖാലൽ കാഫിറൂന, കാഫിറുകൾ പറഞ്ഞു അവിടുത്തെ മുഖത്ത് നോക്കിയിട്ട്, ഹാദാ സാഹിറുൻ കദ്ദാബ്. രണ്ടാരോപണമാണ് ഇതിലുള്ളത്. സാഹിറാണ്, മജീഷ്യനാണ്, ആളെ കുപ്പിയിലാക്കാനുള്ള കഴിവുണ്ട്, പലതും കാണിച്ചിട്ട് സാഹിറാണ്, മജീഷ്യനാണ്, ജാലവിദ്യക്കാരനാണ്, കദ്ദാബ്, ഭയങ്കര കള്ളനാണ്, പേരും നുണ പറയുന്നവനാണ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇനി പറയാവുന്നൊന്നും ബാക്കിയില്ല. ഒരു മനുഷ്യനെ ശാരീരികമായും മാനസികമായും എത്രത്തോളം പീഡിപ്പിക്കാൻ കഴിയോ അത്രയൊക്കെ പീഡിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇങ്ങനെ വിഷമം സഹിക്കാതാവുമ്പോൾ അള്ളാഹ് അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആയത്തുകൾ ഇറക്കും. ആ കൂട്ടത്തിൽ ഇറങ്ങിയ ആയത്താണ് وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَحَاقَ بِالَّذِينَ سَخِرُوا مِنْهُم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ وَلَقَدِ اسْتُهْزِئَ, നബിയെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, ബിറുസുലിൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് നബിയേ. നിങ്ങൾ മാത്രല്ലട്ടോ, മുമ്പുള്ളോലും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. വിഷമിക്കണ്ട കേട്ടോ, പ്രയാസപ്പെടരുത് കേട്ടോ, പരിഹാസം കേട്ട് ദൗത്യത്തിൽ നിന്ന് പിന്മാറരുത് കേട്ടോ. അങ്ങനെ പലരും പലരെയും പരിഹസിച്ചിട്ടുണ്ട്. ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ആരൊക്കെ ആരെയൊക്കെ എന്തുകൊണ്ടൊക്കെ പരിഹസിച്ചോ ആ പരിഹസിച്ച കാരണങ്ങളാൽ തന്നെ അവർക്കെല്ലാം ശിക്ഷ വലയം ചെയ്തിട്ടുമുണ്ട്. അവർക്ക് അള്ളാന്റെ ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതുകൊണ്ടൊന്നും പതറണ്ട, താങ്കളുടെ ദൗത്യവുമായി മുന്നോട്ട് പോയിക്കോളൂ. മാത്രല്ല അവിടുന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ വളരെയേറെ മഹാത്മ്യമുള്ള വാക്കുകളാണ്. അവരെന്തോ പറയട്ടെ, അവർ പറഞ്ഞാൽ താങ്കൾ കവിയാണ്, ജ്യോത്സ്യനാണെന്നൊക്കെയല്ലേ? അല്ല, വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിനിൻ ഖലീലൻ മാ തദക്കറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല എല്ലാത്തിനും മറുപടി പറയാണ്. അല്ലാഹ് തന്നെ നേരിട്ട് മറുപടി പറയും. വമാ ഹുവ ബിഖൗലി ശാഇർ, അതൊരു കവിയുടെ വാക്കല്ല, ഇതൊരു കവിയുടെ വാക്കുകളല്ല. ഖലീലൻ മാ തുഅ്മിനൂൻ, വളരെ കുറഞ്ഞല്ലേ ഇവർ വിശ്വസിക്കുന്നുള്ളൂ. വലാ ബിഖൗലി കാഹിൻ, ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുമല്ല. ഖലീലൻ മാ തദക്കറൂൻ, ഇത് പറയുന്നവര് വളരെ കുറച്ചല്ലേ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ഇതെന്താണ്? തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ റബ്ബിൽ നിന്ന് അവതീർണമായതാണ്. അള്ളാന്റെ വചനങ്ങളാണ്, റബ്ബുൽ ആലമീനിന്റെ വചനങ്ങളാണ്. അവരെന്തും പറയട്ടെ. അങ്ങനെ എല്ലാ നിലക്കും പറഞ്ഞു. അതുകൊണ്ടും തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് മറ്റ് നാട്ടിൽ നിന്ന് വരുന്ന കച്ചവടക്കാരുടെ അടുത്തൊക്കെ ഇടക്ക് പോകും. സഫയിലും മർവയിലും ഒക്കെ കച്ചവടാവശ്യാർത്ഥം വന്നിരിക്കുന്ന വിദേശികൾ അറബി വളരെ കഷ്ടി അവർക്ക് ഒപ്പിച്ചു നിൽക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും മറുപടി പറയുന്നല്ലാതെ അനറബികളാ പലപ്പോഴും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തൊക്കെ പോയി നാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇടക്കൊക്കെ അവരുടെ അടുത്തൊക്കെ പോയി ഇരിക്കാറുണ്ട്. അപ്പൊ മുശ്രിക്കുകൾ പറയാൻ തുടങ്ങി, എന്ത്? മുഹമ്മദ് ഇതാ ആ വിദേശിയുടെ അടുക്കെന്ന് പഠിച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ, അഴ്ജമിയുടെ അടുക്കൽ നിന്ന് പഠിച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ. വിദേശികളായ ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു. ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു. وَلَقَدْ نَعْلَمُ أَنَّهُمْ يَقُولُونَ إِنَّمَا يُعَلِّمُهُ بَشَرٌ لِسَانُ الَّذِي يُلْحِدُونَ إِلَيْهِ أَعْجَمِيٌّ وَهَذَا لِسَانٌ عَرَبِيٌّ مُبِينٌ. وَلَقَدْ نَعْلَمُ, നിശ്ചയമായും നാം അറിയുന്നുണ്ട്. അല്ലാഹ് പറയാണ്, നിശ്ചയമായും നാം മനസ്സിലാക്കുന്നുണ്ട്, നാം അറിയുന്നുണ്ട്. അന്നഹും യഖൂലൂന, ഈ കാഫിറുകൾ മുശ്രിക്കുകൾ പറയുന്നു, ഇന്നമാ യുഅല്ലിമുഹു, മുഹമ്മദിന് ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ബശറുൻ, ഒരു മനുഷ്യനാണെന്ന്. ഒരു മനുഷ്യനെ വിദേശിയുടെ അടുത്ത് നിന്ന് പോയിട്ട് പഠിക്കുകയാണ് മുഹമ്മദ്, അത് നമ്മളോടൊക്കെ അങ്ങനെ പറയാണ്. എന്നവര് നിന്നെക്കുറിച്ച് പറയുന്നത്, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം. എന്നിട്ട് അള്ളാഹ് ഇതിന് മറുപടി കൊടുക്കുക. ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅ്ജമീ, ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅ്ജമീ, അവരാരിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണോ ഈ കള്ളം പറയുന്നതെങ്കിൽ ആ മനുഷ്യനാരാണ്? അയാളുടെ ഭാഷ എന്താണ്? അയാള് അഅ്ജമിയുൻ, അയാൾ അനറബിയ, അയാൾക്ക് മര്യാദക്ക് അറബി സംസാരിക്കാനും കൂടി അറിയില്ല.
വഹാദാ ലിസാനുൻ അറബിയ്യും മുബീൻ, അയാളിൽ നിന്ന് കേട്ടുപഠിച്ചതാണെന്ന് പറയുന്ന ഈ ഖുർആനോ ഇത് ലിസാനുൻ അറബിയ്യും മുബീൻ, സുവ്യക്തമായ അറബി ഭാഷയിലാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൻ നഹ്ലിലെ 103-ാമത്തെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം തഫ്സീർ കൊടുക്കുന്നു. വയുശീറൂന, മുശ്രിക്കുകൾ സൂചന നൽകിയത് ഇലാ റജുലിൻ അഅ്ജമിയ്യിൻ കാന ബൈന അദ്ഹുരിഹിം ഗുലാമുൻ ലിബഅദി ബുത്തൂനി ഖുറൈശ് വകാന ബയ്യാഅൻ യബീഉ ഇൻദ സഫാ. വേറെ ചില റിപ്പോർട്ടിൽ വിദേശത്ത് നിന്ന് വന്ന 2 കുട്ടികളാണെന്നും പല അഭിപ്രായങ്ങളുണ്ട്. എന്തായിരുന്നാലും ഇവരുടെ അടുത്ത് ഫറുബ്ബമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു ഇലൈ വയുകല്ലിമുഹു ബഅദ ശൈ. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലൊക്കെ പോയി ഇവരുടെ അടുത്തൊക്കെ ഇരിക്കും, പുറത്തേക്ക് പോരുമെന്നും കാണാം. വദാക കാന അഅ്ജമിയുൽ ലിസാൻ ലാ യഅരിഫുൽ അറബിയ, ഇയാൾക്കാണെങ്കിൽ അറബി ഒട്ടും അറിയില്ല, അറബി അറിയാത്തൊരു കച്ചവടക്കാരനാണ്. ഔ ഇനി അല്ലെങ്കിൽ ഏറിയാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്, അന്നഹു കാന യഅരിഫു ശൈഅൽ യസീറ ബിഖദ്രി മാ യറുദ്ദു ജവാബൽ ഖിതാബ് ഫീമാ ലാ ബുദ്ദ മിന്നു. അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ചാൽ തട്ടിമുട്ടി അറബിയിലൊക്കെ ഒരു ഉത്തരം പറയാനുള്ള ഒരു കഴിവല്ലാതെ ഭാഷയിൽ ഒരു അറിവുള്ള ഒരാളല്ല. എന്നിട്ട് അങ്ങനത്തെ ആളിൽ നിന്ന് പഠിച്ചതാണ് ഈ ഖുർആൻ എന്നല്ലേ ഈ വിവരദോഷികൾ പറയുന്നു. ഫകൈഫ യതഅല്ലമു, എങ്ങനെ പഠിക്കാനാണ്? മൻ ജാഅ ബിഹാദൽ ഖുർആൻ ഫീ ഫസാഹതിഹി വബലാഗതിഹി വമആനിഹി താമ്മത്തി ശാമില, വളരെ കൃത്യമായി സ്ഫുടമായി അതേ അറബി ഭാഷയുടെ എല്ലാ നിലക്കുമുള്ള സാഹിത്യത്തിന്റെ മേന്മയോടെ എല്ലാ നിലക്കുമുള്ള അർത്ഥപൂർണമായ ഒരു ഗ്രന്ഥം. എങ്ങനത്തെ ഗ്രന്ഥമാണ്? അല്ലതീയാകുമന മിൻ മആനി കുല്ലി കിതാബിൻ, അതേ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും മികച്ചു നിൽക്കുന്ന, ഭാഷ കൊണ്ടും സാഹിത്യം കൊണ്ടും ആശയസമ്പുഷ്ടത കൊണ്ടും മഹിത്വമാർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം കൈഫ യതഅല്ലമു മിൻ റജുലിൻ അഅ്ജമി, ഒരു അനറബിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ പഠിക്കാനാണ്? അറബി മര്യാദക്ക് പറയാൻ പോലും അറിയാത്ത ആളിൽ നിന്ന് ഇത്ര സാഹിത്യ സമ്പുഷ്ടമായ ഖുർആൻ മുഹമ്മദ് നബി പകർത്തിനോ? എന്നിട്ട് ചോദിക്കുകയാണ്, ലാ യഖൂലു ഹാദാ മൻ ലഹു അദ്നാ മുസ്കത്തിൻ മിനൽ അഖ്ലി, ബുദ്ധിയിൽ നിന്ന് ഒരു തരിമ്പെങ്കിലും ഉള്ളവൻ ഈ പൊട്ടത്തരം പറയുകയില്ലല്ലോ. അങ്ങനത്തെ പൊട്ടത്തരാ പറഞ്ഞത്. അതുകൊണ്ട് ഖുർആൻ അവരെ വെല്ലുവിളിച്ചു. മുഹമ്മദ് എവിടുന്നോ കേട്ട് പറയാണെന്നൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്? മുഹമ്മദ് ആരാ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണ്. അവരെ വെല്ലുവിളിച്ചു ഖുർആൻ. നിങ്ങളെപ്പോലെ പോലും എഴുതാനറിയാത്ത വ്യക്തിയാണ്, വായിക്കാനറിയാത്ത വ്യക്തിയാണ്. ഉമ്മിയുൻ ലാ യഖറഉ വലാ യക്തുബു, എഴുത്തോ വായനയോ അറിയാത്ത വ്യക്തിത്വമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോ? നിങ്ങൾ വലിയ സാഹിത്യ സാമ്രാട്ടിന്റെ ആളുകൾ. നിമിഷ നേരം കൊണ്ട് അറബി ഭാഷയുടെ ഉത്തുംഗമായ ശൈലിയിൽ നിന്നുകൊണ്ട് ഗാനങ്ങളും കവിതകളും ഒക്കെ രചിച്ച് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഉൾക്കാലിന്റെയും വിജന്റെയും ഒക്കെ ചന്തകളിൽ വെച്ച് കവിതകൾ രചിച്ചിട്ട് വലിയ സമ്മാനം നേടിയിരുന്ന സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ വീരന്മാരെ നിങ്ങൾ പറയുന്നത് എന്താ? മുഹമ്മദ് സ്വന്തം കെട്ടിയുണ്ടാക്കിയല്ലേ? എന്നാ നിങ്ങൾ വലിയ സാഹിത്യകാരന്മാരല്ലേ? قل إن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا ولو كان بعضهم لبعض ظهيرا. قل നബിയെ പറയൂ, അവരോട് പറയൂ, ലൈൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, മനുഷ്യരും ജിന്നുകളുമെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാലും അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആനി, താങ്കൾ ഇതാ ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്വമേറിയ പാരായണം കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ അവര്? അതുപോലത്തെ ഒരു വായിക്കപ്പെടാവുന്ന ഒരു ഗ്രന്ഥം അതിൽ നിന്ന് ഒരൽപ്പമെങ്കിലും കൊണ്ടുവരാൻ ലാ യഅ്തൂന ബിമിസ്ലിഹി, തത്തുല്യമായതൊന്ന് കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയൂല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ളഹീറാ, അവരിൽ ചിലർക്ക് എന്ത് ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല, സഹായിച്ചാലും സാധ്യമല്ല. അങ്ങനത്തെ അവര് നീ ഇത് കെട്ടിയുണ്ടാക്കിയതാണെന്നാണോ പറയുന്നത്? നീ സ്വന്തമായി നിർമ്മിച്ചതാണെന്നാണോ അവരവകാശപ്പെടുന്നത്? അതേ സൂറത്ത് യൂനുസിലും അല്ലാഹു അതിന് വീണ്ടും ചോദിക്കുന്നു, അം യഖൂലൂന ഇഫ്തറാ ഖുൽ
ഫഅ്തൂ ബിസൂറത്തിൻ മിസ്ലിഹി വദ്ഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. അം യഖൂലൂന, അതെല്ലാവരും പറയുന്നുവോ, ഇഫ്തറാഹു, മുഹമ്മദ് ഖുർആൻ കെട്ടിയുണ്ടാക്കിയതാണെന്നാണോ പറയുന്നതെങ്കിൽ ഖുൽ, നബിയേ, ആ പൊട്ടത്തരം പറയുന്നവരോട് പറഞ്ഞേക്കൂ, അവരെ അതാ വെല്ലുവിളിക്കൂ. ഫഅ്തൂ, നിങ്ങൾ കൊണ്ടുവരൂ, ബിസൂറത്തിൻ മിസ്ലിഹി, ഇതിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരൂ. നിങ്ങൾക്ക് സ്വന്തം കഴിയില്ലെങ്കിൽ വദ്ഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹ്, പടച്ചതമ്പുരാനെ കൂടാതെ, റബ്ബിനെ കൂടാതെ നിങ്ങൾക്ക് കഴിവുള്ള ആളുകളെ ആരെയൊക്കെ വേണമെങ്കിൽ സഹായത്തിന് വിളിച്ചോ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതല്ലേ കാണേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ അവരെ വെല്ലുവിളിച്ചു. ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി, പലതും നോക്കി, പരാജയപ്പെട്ടു. ഒന്നും നടക്കുന്നില്ല, ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതേ, അവിടുത്തെ ആദർശത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്നില്ല. കള്ളത്തരങ്ങൾ പറയുന്നു എന്നതല്ലാതെ ആ കളവുകൾ സ്ഥാപിക്കാനാകുന്നില്ല. ശാരീരികമായി പീഡനം നടത്തുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്മാറുന്നില്ല. മാനസികമായി കുപ്രചരണങ്ങൾ നടത്തിയിട്ട് സമൂഹത്തിൽ അതാ ഇടിച്ചു താഴ്ത്താൻ നോക്കുന്നുണ്ട്, യേശുന്നില്ല. ദിനം പ്രതിയതാ അവിടുത്തെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്നു. കാരണം എന്തെന്നോ, അവിടുന്ന് തന്നെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചിട്ടുണ്ട്, അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ സുമ്മൽ അംസലു. ചില റിപ്പോർട്ടിൽ കാണാം ഫല്ലംസലു. ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാകുന്നത് മഹാന്മാരായ അമ്പിയാക്കൾ തന്നെയായിരിക്കും. പിന്നീട് അതിനോടടുത്ത ശ്രേഷ്ഠതയുള്ള ആളുകൾ ആരാണെങ്കിൽ അവർക്കിങ്ങനെ പരീക്ഷണങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെയും പഠിപ്പിച്ചു, സ്വഹാബത്തിനെയും പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എത്ര നിലക്കുള്ള പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും അവർ തളർന്നില്ല. അതായിരുന്നു ഇവിടുത്തെ ജീവിതം. ആ നിലക്ക് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, ദഅ്വാ രംഗത്ത് അവിടുന്ന് സഹിച്ച ഈ ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, അതൊക്കെയാണ് ഇന്ന് നമ്മൾ മുസ്ലിമീങ്ങളായിട്ട്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞാൻ മുസ്ലിമാണെന്ന് പറയാനും പ്രവർത്തിക്കാനും ഇബാദത്തെടുക്കാനൊക്കെ നമുക്കിന്ന് കഴിയുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച പ്രയാസങ്ങൾ, ഇനി അവിടുത്തെ സ്വഹാബത്തും സഹിച്ച ത്യാഗങ്ങളൊക്കെ വരാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തോട് ഏറ്റവും സ്നേഹവും മഹബത്തും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അവിടുന്ന് നമ്മൾക്ക് കാണിച്ചിരുന്ന വഴിത്താരയിലൂടെ മുന്നോട്ട് പോകുന്ന നല്ലവരായ ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുവാനും അവിടുന്ന് കാണിച്ചിരുന്ന മാർഗത്തോട് ഒരിക്കലും വെറുപ്പില്ലാതെ അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി ജീവിക്കുവാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത വേദനകളും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയെവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം റബ്ബ് നമുക്ക് വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പാരത്രികമായ ശാന്തി പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.